എൻ്റെ പേര് സിസ്റ്റർ മേരി ജോർജ്. ഞാൻ FCC കോൺഗ്രിഗേഷൻ ഭരണങ്ങാനം പ്രൊവിൻസിൻ്റെ അംഗമാണ്. ഇതിനു മുമ്പ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് പ്രോ ലൈഫിനെ പറ്റി കൂടുതലൊരു താല്പര്യവും ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എനിക്ക് അവിടുത്തെ ഓരോരോ അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ എന്നെ സ്പർശിച്ചു. പ്രത്യേകിച്ച് ഈ പ്രിസണേഴ്സ്, ആരുമില്ലാത്ത രോഗികൾ, വഴി കിടക്കുന്ന രോഗികൾ, അങ്ങനെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മനുഷ്യർ, അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെ വാണ്ടഡ് ആക്കുക, അത് അവരെ സജീവമാക്കുക, അവർക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ കൂടുതൽ അവസരങ്ങളുണ്ടായിരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ വർക്ക് ചെയ്യും നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളും അധികം വരുന്നില്ല. സർക്കാർ ആശുപത്രികളിലാണുള്ള സാധാരണ പാവപ്പെട്ടവരും ആരും നോക്കാനില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരെയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത സഹപ്രവർത്തകർ പോലും പറയും, സിസ്റ്ററിന് ഒരാൾ വന്നിട്ടുണ്ട്, സിസ്റ്ററിന് വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ഇതിനെ ആർക്കും വേണ്ടാതെ വഴി കിടന്ന് അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ പുഴുത്തവരും പുഴു അരിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിരിക്കാം. അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യം പോലെയായിരുന്നു. അവരുടെ ഈശോയെ ശുശ്രൂഷിക്കുന്നത് പോലെയുള്ളൊരു അനുഭവമായിരുന്നു. അത് വർക്ക് ചെയ്തിരുന്നോണ്ടിരുന്നപ്പോഴല്ലേ വർക്ക് ചെയ്യുന്ന പീരീഡ്? ഏത് പീരീഡായിരുന്നു? ഏത് വർഷം? ഞാൻ 2006 മുതൽ 6 മെഡിക്കൽ കോളേജിൽ കയറിയത്. അതിന് മുമ്പ് വേറെ ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജിലോട്ട് വന്ന 2006 അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ആ സമയത്താണ് മറ്റേ മുണ്ടത്തിക്കോടത്തെ കോൺവെന്റിൽ മുണ്ടത്തിക്കോട് കോൺവെന്റിൽ നിൽക്കുമ്പോഴാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. പിന്നെ അതിന് മുമ്പ് ഞാൻ മണിപ്പൂർ മിഷനി വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ അനുഭവമുണ്ട്. ഒരു 6 മാസം പ്രായമുള്ള ഒരു 6 മാസം മണിപ്പൂരിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മണിപ്പൂർ മിഷനി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് 1982-83-85 വരെ വരുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മണിപ്പൂർ മിഷൻ സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ ഡിസ്പെൻസറിയിൽ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടറും നേഴ്സും എല്ലാം കൂടി ആ ഒരൊറ്റ ആളേ ഉള്ളൂ. ഡോക്ടർമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവർ വരുന്നത്. വേറെ ഡോക്ടേഴ്സൊന്നുമില്ല. 200 കിലോമീറ്റർ അകലേ ഉള്ളൂ വേറെ ഒരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രസവമാണേലും നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ പോയി പ്രസവം എടുക്കുക, അല്ലെങ്കിൽ ഡിസ്പെൻസറി കൊണ്ടുവന്ന് എല്ലാം വേണ്ടത് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പം ഒരു വീട്ടുകാർ അതിൻ്റെ ഒരു വീട്ടുകാർ ആ സ്ത്രീയെ അബോർഷൻ ചെയ്യിപ്പിച്ചു. അവരാണ്ട് കായ്കനികളോ ഏതാണ്ടെല്ലാം പച്ചമരുന്നുകളൊക്കെ കൊടുത്ത്. അപ്പോൾ ആ കുഞ്ഞ് പുറത്ത് വന്നപ്പം കുഞ്ഞിന് 6 മാസമായിട്ടുള്ളതേ ഉള്ളൂ. കുഞ്ഞ് ജീവനുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവരിത് എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഈ കുഞ്ഞിനെ ഒരു തുണി പൊതിഞ്ഞ് എടുത്തു കൊണ്ടുവന്ന് ഇവരുടെ ഭാഷയിലാണ് പറയുന്നത്. ഇവർ പറഞ്ഞു, ഇതിനെ നിങ്ങൾക്ക് തന്നേക്കാം, ഞങ്ങൾക്ക് ഇതിനേം വേണ്ട, അമ്മ മരിക്കുകയും ചെയ്തു. അയ്യോ, എന്നിടത്തേക്ക് നമുക്കതൊരു വലിയൊരു പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വളർത്തിയെടുത്തോ, അത് ജീവിക്കുമെങ്കിൽ. കാരണം തീരെ കുഞ്ഞ് 6 മാസം പ്രായം, വെറും 600 ഗ്രാം തൂക്കമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, അടുത്ത ഹോസ്പിറ്റലില്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർമാരെ വരുത്തിക്കാൻ പറ്റിയല്ല, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും കൊച്ചിനെ ഞാൻ അവിടെ അഡ്മിറ്റാക്കി അവരെ എഴുതി വെപ്പിച്ചു. അല്ലെങ്കിൽ അവർ പിന്നെ മരിച്ചു കഴിയുമ്പോൾ അവർ വല്ല പ്രശ്നം ഉണ്ടാക്കും. എഴുതി വെപ്പിച്ചു ഞങ്ങൾക്ക് കൊച്ചിനെ വേണ്ടെന്നുള്ളത്. അത് പറഞ്ഞ് എഴുതാനില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. എങ്കിലും എഴുതി വെപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ട്രോപ്പറും കൊണ്ട് തുള്ളിയായിട്ട് ഇച്ചിരി ഗ്ലൂക്കോസ് വെള്ളം അതിന് തൊട്ട് കൊടുത്തപ്പോൾ അത് കൊച്ച് ഇറക്കി. ഉടനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സ്വല്പം പാല് ട്രോപ്പറും കൊണ്ട് കൊടുത്ത് അങ്ങനെ ആ കുഞ്ഞ് പതുക്കെ കണ്ണ് തുറക്കാനും ഒക്കെ ഒരു ജീവൻ വെച്ച് വരുന്ന പോലെ തോന്നി. പിന്നെ അതിന് സ്ലോലി മൂക്കിക്കൂടെ ട്യൂബിട്ട് പാലൊക്കെ കൊടുത്ത് അതിനെ വളർത്തൊരു 3.5-4 മാസത്തോളം ആ ഡിസ്പെൻസറി തന്നെ കിടത്തി അതിനെ ശുശ്രൂഷിച്ചു. കൊച്ച് നല്ല സ്മാർട്ടായി. 4 മാസം ആയപ്പോഴത്തേക്കും കൊച്ച് സാധാരണ ഒരു ഫുൾ ടൈം ബേബി ഉണ്ടാകുമ്പോഴത്തെ അത്രയും വെയിറ്റും അത്രയും ജീവൻ വെച്ച പോലെ തോന്നി. പിന്നെ അതിനെ വീണ്ടും നമ്മളവിടെ വളർത്തി കൊച്ച് നല്ലപോലെ വളർന്നു വരുന്ന കണ്ടപ്പോൾ വീട്ടുകാർക്ക് കുഞ്ഞിനെ വേണം.
അപ്പം എന്നെ ഞങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർക്കാമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ അവർ എഴുതി മേടിച്ച് കൊച്ചിനെ തിരിച്ചു കൊണ്ട് അല്ലെ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിനെ ഞങ്ങൾ മേടിക്കുന്നത് എന്നുള്ളതെല്ലാം എഴുതി വെച്ച് കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞ് വളർന്നു വലുതായി. പിന്നെ ഞാൻ അവിടെ നിന്ന് 5-6 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ ഈ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കല്യാണമാണെന്നും പറഞ്ഞ് അവളെങ്ങനെയോ അറിഞ്ഞു. പിന്നെ ഞാൻ എന്നെ എന്നെ അവർ ചരിത്രങ്ങളൊക്കെ കേട്ടപ്പോൾ എന്നെ വളർത്തി വിട്ട് എൻ്റെ അമ്മ ഉണ്ട് എൻ്റെ അമ്മയെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നു. അപ്പോൾ സിസ്റ്റർ ഓർക്കുന്നു കാണുമായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ അറിഞ്ഞു എന്നെ വളർത്തിയെടുത്തത് സിസ്റ്ററാണെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണമാണെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ അറിയാവുന്നതെല്ലാം പറഞ്ഞു. അതിപ്പോൾ 82, എനിക്ക് എന്തൊരു 98-99 അതും കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ അടുത്ത നാളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾ വിളിക്കാറുണ്ട്. ഒരു ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ആഗ്നേസാണ് അവിടെ പേര്. അവളിപ്പോൾ ഒരു കോളേജ് പ്രൊഫസറായി. അവൾക്ക് 4 മക്കളുണ്ട്. അതിൽ മൂത്ത മകൻ ഇപ്പോൾ സെമിനാരിയിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് സ്വീറ്റ്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ അവള് എനിക്ക് അയച്ചു തരും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവളിങ്ങനെ വരാനിരിക്കുക. ത്രിപുര സ്റ്റേറ്റിലായിപ്പോ അവള് എനിക്ക് സിസ്റ്ററിനെ ഒന്ന് കാണണം, എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്കുള്ളപ്പം ഇപ്പോഴാണേലും ആ ജീവൻ സമൃദ്ധമായിട്ട് ആകാനും ജീവന് വേണ്ടി ജീവനെ വളർക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കാനും ഒക്കെ കൂടുതലൊരു ഇൻസ്പിരേഷൻ. അതുപോലെയാണല്ലോ ഒരു ഇന്ദിര എന്ന് പറഞ്ഞൊരു കുട്ടിയെ കായംകുളം അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ ഒരു ഇന്ദിര എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പോഴും ഞങ്ങളുടെ ഗവൺമെൻറ് ഇപ്പം 23 വയസ്സായി. അത് അബോർഷൻ ചെയ്ത് ബക്കറ്റിനകത്ത് കിടന്ന കുഞ്ഞിനെ കുഴിച്ചിടാനായിട്ട് ആ കുഞ്ഞും അന്ന് അബോർഷൻ ചെയ്ത കുറേ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബക്കറ്റിനകത്ത് ഒരു ബക്കറ്റ് അല്ല എടുത്തതൊന്നും ഞാനല്ല. ആ വിവരം കുഞ്ഞിങ്ങനെ ആയി വളർന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ വിവരം അറിഞ്ഞു. പിന്നെ ആ കുഞ്ഞിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് അവരുടെ ഒരു ആർട്ടിക്കിൾ പേപ്പറിലുണ്ടായിരുന്നു. അത് 200 രൂപയ്ക്ക് കുഞ്ഞിനെ കുഴിച്ചിടാൻ കുഴിയിലോട്ടിട്ടപ്പം ആ തള്ള ഇങ്ങനെ പയ്യെ ചെന്ന് തോണ്ടി നോക്കിയപ്പോൾ ആ കൊച്ചു കാല് വലിച്ചു ഇങ്ങനെ. അന്നേരം ജീവനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അവർ 200 രൂപ കൊടുത്ത് വാങ്ങി. 200 രൂപ കൊടുത്തു. കാരണം ഈ പണിക്കാരൻ ഈ കുഴി കുഴിച്ചിടാൻ വേണ്ടി 200 രൂപയാണ് ചാർജ്. അപ്പം ആ 200 രൂപ അന്നേരം അവർ കൊടുക്കലായിരുന്നു. ആ 200 രൂപ കൂടാതെ വീണ്ടും ഇന്ദിര ഒരു 200 രൂപയും കൂടെ കൊടുത്ത് അതിനെ പിന്നെ കടയിൽ ചെന്നു, തുണി മേടിച്ചു, തോർത്തിനകത്ത് പൊതിഞ്ഞു വളർത്തി. അങ്ങനെ വലുതായ കുട്ടിയാണ്. പലപ്പോഴും ഈ ആശുപത്രികളിൽ അബോർഷന് വേണ്ടി കൊണ്ടുവരുന്ന ഈ കുഞ്ഞുങ്ങളുടെ അവരെ അബോർട്ട് ചെയ്തതിന് ശേഷം ബക്കറ്റിലാക്കിയിട്ട് ഇത് കുഴിച്ചിടാൻ കൊടുത്തു. തൃശ്ശൂരിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലുണ്ടായിരുന്നു. ഇത് തലേ ദിവസം ബക്കറ്റ് അബോർഷൻ ചെയ്തവരുടെ കുറേ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ, കയ്യ്, കാല്, തല, ആ കൂട്ടത്തിൽ ഇതിന് മുഴുവനോടെ ആയിപ്പോയി. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കിട്ടി. തൃശ്ശൂരിൽ ഇതുപോലെ പാട്ടരയ്ക്കൽ 2006 മറ്റാണെന്നുണ്ട്, 2006 മറ്റാണെന്നുണ്ട്. പാട്ടരയ്ക്കൽ ഇതുപോലെ അവിടെ വേൽപ്പാലുണ്ട്, അടുത്തായിട്ടുള്ള ഒരു പറമ്പ് ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പാണ്. അപ്പോൾ കുറേ നായ്ക്കൂട്ടങ്ങൾ കിടന്ന് ഇങ്ങനെ കടിപിടി കൂടുക. അപ്പോൾ അതിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങിയവർ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറച്ച് കുട്ടികളുടെ തലകളായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അത് പോലീസ് കേസായി. അത് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ എന്താണെങ്കിൽ അവിടെ അടുത്തൊരു ആശുപത്രിയിൽ നിന്ന് ഇതുപോലെ കുഴിച്ചുവിടാൻ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അവരിത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് മറവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇത് വൈകിയ കാരണം അടുത്ത് ഈ പറമ്പ് ഒഴിഞ്ഞ് കിടക്കണപ്പോൾ അവിടെ മാറ്റി വിട്ടിട്ടു. ആഴല്ലാത്തതുകൊണ്ട് നായ്ക്കൾ വന്ന് മാന്തി. പിന്നെ ഒരു അന്വേഷണം ഉണ്ടായില്ല കേട്ടോ. അതാ പറയുന്നത്. അത് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കളയുന്ന കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു അന്വേഷണം പിന്നീട് ഉണ്ടാവാറില്ല. അതങ്ങനെ തന്നെ പോകും. നേരെ മറിച്ച് വേറെ മുതിർന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസ് അത് അന്വേഷിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കാറുണ്ട്. പക്ഷേ ഇത് ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നില്ല.
ഈ അടുത്ത് പിന്നടക്കം പത്രത്തിൽ വാർത്തയുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പ്രസവത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ ഈ 4-5 വർഷം മുമ്പാണ് നമ്മുടെ അങ്കമാലിയല്ല, മറ്റേ എടപ്പള്ളിയിൽ പള്ളിയിൽ കുമ്പസാരക്കൂടിൻ്റെ അടുത്തൊരു കൊച്ചിനെ കിട്ടാണ് ഇതുപോലെ ഉപേക്ഷിച്ച് പോയതാണ്. അത് അന്വേഷിച്ച് പിടിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വന്നപ്പോൾ ഈ CCTVയിൽ ഈ ആളെ കിട്ടി. നോക്കി പിടിച്ച് വന്നപ്പോൾ തൃശ്ശൂരുള്ള ആണ്. അപ്പോൾ അന്ന് നമ്മുടെ സാബു ജോസ് വിളിച്ചത് ഇങ്ങനെ ഒരു കൊച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി കുട്ടി തൃശ്ശൂരുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ നമ്മുടെ പിതാവിനെ വിളിച്ച് പറഞ്ഞ്, അപ്പോൾ പിതാവ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിനെടുക്കാം, നമുക്ക് പുല്ലഴിയിലെ ക്രിസ്റ്റീന ഹോമിലേക്ക് ആക്കാം. തൃശ്ശൂരിൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ക്രിസ്റ്റീന ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇത്തരത്തിൽ വന്ന് പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അത് അവിടെ വളർത്താനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അന്ന് പിതാവ് പറഞ്ഞ് നമുക്കത് കുഴപ്പമില്ല, നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം, പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നേരെ സാബു വന്ന് ഇവിടെ ഉണ്ട്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കും. അവരോട് അവർ നമുക്ക് എടുക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മളൊരു പ്രസ്താവന കൊടുത്തു, എന്ത് തൃശ്ശൂർ അതിരൂപത ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേനും ഈ ഉപേക്ഷിച്ച് പോയ കപ്പിളിനെ പോലീസ് കണ്ടെത്തി, അവർ വന്നു, സ്റ്റേഷനിൽ വന്നു. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് തന്നെ കൊടുത്തു വിടാമെന്നുള്ള, അവർ അതിനെക്കുറിച്ച് നോക്കിക്കോളാം. അപ്പോൾ അവർ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ കളിയാക്കുന്നതാണ് ഇവരുടെ പ്രശ്നമായിരുന്നത്. നാട്ടിലും 4ാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുന്നു. അപ്പോൾ ആ കളിയാക്കലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്ന് വെച്ചത്, അല്ലാതെ അവർക്ക് വളർത്താൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. അപ്പോൾ അവനെ കളിയാക്കൽ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരാണ് അത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കേസുകൾ ഈ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂർ ക്രിസ്റ്റീന ഹോമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിലായിരിക്കുമ്പം ഒരു സ്കൂൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അപ്പം ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ എന്നെ വിളിച്ച് ജസ്റ്റ് എവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഉണ്ട് ഈ കുട്ടി ഈ സ്കൂൾ യൂണിഫോമിൽ ഈ കുട്ടി അങ്ങ് പ്രസവിച്ചുകൊണ്ടിരിക്കുക. ചരിത്രം അന്വേഷിച്ചപ്പം ആ കുട്ടി സ്കൂളിൽ വെച്ച് വയറുവേദനയാണെന്ന് പറഞ്ഞു. പാലക്കാടാണ്. അവിടുന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ സിസ്റ്റർ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം ഇതാന്ന്. അവർ പറഞ്ഞു വേഗം മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകുന്ന. പാലക്കാട് നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വരുമ്പോഴത്തേക്കും 2 മണിക്കൂറോളം സമയം എടുക്കില്ല. അതിനിടയ്ക്ക് അവർ വന്ന വഴിക്ക് 2-3 ഹോസ്പിറ്റലിൽ കയറ്റി. അവരൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. വേഗം ലേബർ റൂമിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. ലേബർ റൂമിൽ വന്ന് കയറിയപ്പോഴത്തേക്കും കുട്ടി പ്രസവിച്ചു. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രസവിച്ച് കഴിഞ്ഞ് അതിനോടിടയിൽ മാതാപിതാക്കന്മാരെ അറിയിച്ചു. അപ്പനും അമ്മയും, ഒരാൾ +2 ഹെഡ് മാസ്റ്റർ, +2ലെ പ്രിൻസിപ്പള്, ഒരാൾ 10ാം ക്ലാസ്സിലെ ഹെഡ് മിസ്ട്രസ്, 2 പേരും ടീച്ചേഴ്സാണ്. അപ്പോൾ ഈ 2 പേരും ഒരു പയ്യൻ, ഈ ഒരു 10-15 വയസ്സ് 16 വയസ്സ് കാണും, ഒരു പയ്യനും കൂടെയാണ്. ഇവർ 3 കൂടെ വന്നു. അപ്പം ഉടനെ അറ്റൻഡേഴ്സ് പറഞ്ഞു സിസ്റ്റർ കൊച്ചിൻ്റെ അമ്മയും അപ്പനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ ആ പയ്യനെ പുറത്ത് നിർത്തിയിട്ട് ഡോക്ടറെ വിളിച്ച്, ഡോക്ടറിൻ്റെ അടുക്കൽ അമ്മയെ വിളിച്ച് ചോദിച്ചു മോളുണ്ടോ, മോളുടെ ചരിത്രം മുഴുവനും എടുത്തപ്പം ഇങ്ങനെ പറഞ്ഞു മോള് പ്രസവിച്ചെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ മക്കളൊന്നും അല്ല, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകരുത് നീ അമ്മ പറഞ്ഞു. അപ്പോൾ ഡോക്ടറും കൂടെ വന്ന് കൊച്ചിൻ്റെ അടുക്ക കയറ്റി കൊണ്ടുപോയി ലേബർ റൂമിൽ അകത്ത് കയറ്റി. കുഞ്ഞിനെ കാണിച്ചില്ല, ഉണ്ടായ കുഞ്ഞിനെ കാണിച്ചില്ല, ഈ മോളെ കാണിച്ചു. ഇതാരാ? എൻ്റെ മോളാണ്. അപ്പോൾ മോളോട് ചോദിച്ചു ഇതാരാ? എൻ്റെ അമ്മയാണ്. പക്ഷേ ഇങ്ങനെ പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കാല്ല. ഉടനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർ കൊണ്ടുവന്ന് കാണിച്ചു. എന്താ പ്രസവിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ നിങ്ങൾ വെറുതെ പറയുന്ന, അമ്മ എതിർക്കുക. ഉടനെ അപ്പനെയും വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നത് കണ്ട്. എന്നിട്ട് ഈ പയ്യനും വലിയൊരു വെപ്രാളപ്പെട്ട് അവൻ അതിലെതിരെല്ലാം നടക്കുക. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതാരാ? അതെന്ന് പറഞ്ഞത് അവളുടെ മൂത്ത കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ച്. അതിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഇവർ 3 പേരെയും കണ്ടിട്ടില്ല. പിന്നെ കൊച്ചിനെ മകൾ പ്രസവിച്ച കുഞ്ഞിനെയും അവരാക്കിയിട്ട് അവർ സ്ഥലം വിട്ടു. ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർക്ക് നാണക്കേടായിട്ടായിരിക്കാം. പിന്നെ വേഗം മാഡം പറഞ്ഞ് നമുക്ക് എന്നെ ചെയ്യുന്നത് പോലീസിലൊക്കെ അറിയിച്ചു. മല്ലടി പോലീസുകാർ വന്നു.
എന്നിട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ 2-3 പേര് കൂടി നൈറ്റ് ഡ്യൂട്ടി ചെയ്തേച്ച് ഞങ്ങൾ ഡേയിൽ ഇവിടെ വന്ന് ഈ കൊച്ചിനെ കൂട്ടിരിക്കും. ഡേ ഡ്യൂട്ടി ചെയ്തിട്ട് നൈറ്റ് വന്ന് അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് ഈ കുഞ്ഞിനെ 5 ദിവസം ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് ക്രിസ്ത്യന ഹോമിലെ സിസ്റ്റേഴ്സിനെ വിളിച്ച് അവിടെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ കൈമാറി. അതുവരെയും ഇത് അമ്മനും അപ്പനും ആരും വന്നിട്ടില്ല. പിന്നെ പോലീസിൻ്റെ സംരക്ഷണം ആയിരുന്നുകൊണ്ട് നമുക്കും കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്തു എന്നുള്ള അറിയത്തില്ല. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തു എന്നുള്ളത്. ക്രിസ്ത്യൻ ഹോമിൽ ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ക്രിസ്ത്യൻ ഹോം ശരിക്കും നമ്മളുടെ കുണ്ടുകുളം പിതാവിൻ്റെ ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ ഒരു അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അടുത്ത് ഇതുപോലെയുള്ള കേസുകൾ എത്തുമ്പോൾ പിതാവ് ഒരു സോഷ്യൽ ഡയമെൻഷനുള്ള ആളാണ്. അപ്പോൾ പിതാവ് അങ്ങനെ ഇത്തരം ഇതുകൾക്ക് വേണ്ടി ഒരു സ്ഥാപനം വേണം എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾക്കും അമ്മമാർക്കും ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് കേസുകളെല്ലാം അവിടെ അങ്ങനെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു സംഗതിയാണ്. എൻ്റെ ഒരു അനുഭവം ഇതുപോലെ നേരത്തെ ഞാൻ അബുദാബിയിൽ ഗൾഫിലായിരുന്ന സമയത്ത് ഒരു കേസുണ്ട് ഇതുപോലെ. അന്ന് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു ഗോവക്കാരനുണ്ട്. അപ്പം ഇവൻ ഒരല്പം ഇങ്ങനെ ഈ വിഷയത്തിലൊക്കെ കുറച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം ഇവനെ അവിടെ ഒരു കാമുകി, ഫിലിപ്പീൻസ് കാമുകി. അപ്പം അങ്ങനെയായി ഇവർ തമ്മിൽ ബന്ധപ്പെടാനും ഇതൊക്കെ അങ്ങനെ ഒരു ദിവസം 2 പേരും കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മലയാളി ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഗോവിൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് മലയാളം അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ ചെന്നിട്ട് ഈ ഡോക്ടറോട് സംസാരിക്കണം. അപ്പോൾ വിഷയം എന്താണെങ്കിൽ ഇവൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതാണ്. കാരണം ഇവളുടെ മാസമുറ കണ്ടിട്ടില്ല. അപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇത് കളയണം, ആരും അറിയാണ്ട് കളയണം. അപ്പോൾ അതിന് ഈ മലയാളി ഡോക്ടറോട് സംസാരിക്കാനായിട്ട് എന്നോട് വരാൻ, അതാണ് ഇവരുടെ ആവശ്യം. അപ്പം ഞാനാണെങ്കിൽ ഈ കേസ് 80കളിലെ ഇങ്ങനെ ഈ ഒരു ഭ്രൂണഹത്യ എന്നുള്ളത് പാടില്ല എന്നൊക്കെ ചിന്തിച്ച് കിടക്കുന്ന ഒരാളാണ്. അപ്പം ഞാനത് ഇവർ വന്ന് പറഞ്ഞു അതാ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നിങ്ങൾക്ക് പ്രായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക, ഇപ്പോൾ കൊച്ചുണ്ട് അത് കുഴപ്പമില്ല, നിങ്ങൾ കെട്ടുക, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ ഇതാകുമ്പോൾ അപ്പോൾ ഇവർ ഭയങ്കര കരച്ചിലായി. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ നിങ്ങളിത് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഉണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് മാസമുറ വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യേ, ആദ്യം പോയി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ആലോചിക്കാം, അതിൽ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇവർക്ക് അപ്പോൾ ഇതാവണില്ല, ഇവരും കൺവിൻസ് ആയി. അവസാനം ഇവരോട് പറഞ്ഞ് നിർബന്ധപൂർവ്വം പറഞ്ഞ് ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പ്രഗ്നൻ്റ് അല്ല. കാരണം ഇവരുടെ അങ്ങനെ ഒരെണ്ണം ആ രീതിയിൽ അറ്റംപ്റ്റ് ഉള്ളതുണ്ട്. പക്ഷെ ഇവരോട് ഞാൻ പറയും കൂടെ ചെയ്തു. കാരണം ഇത്തരത്തിൽ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കളയാനും പാടില്ല എന്ന് ഇവരോട് സ്ട്രിക്റ്റായിട്ട് പറയാനായിട്ട് അന്ന് പറ്റിയത്. മറ്റൊന്ന് സിസ്റ്റർ, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ പ്രോലൈഫ് രംഗത്തേക്കിന് പുറത്തേക്കില്ലേ, എന്താണ് സിസ്റ്ററുടെ മനസ്സിലായത് ഈ പ്രോലൈഫുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കണം, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രോലൈഫിനുള്ള പ്രസക്തി? അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലും ജീവന് ഹാനികരമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കന്മാർ അവരെ ഒന്നെങ്കിൽ ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കുക, അങ്ങനത്തെ ഒരു അവരെ വേണ്ട. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പോലെ യൂസ് ആൻഡ് ത്രോ എന്നുള്ളത് കാരണന്മാർക്ക് അവർക്ക് ഇപ്പം അങ്ങനെയൊക്കെയുള്ള ആ സഹോദരങ്ങൾക്ക്, ആ മാതാപിതാക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്യണം. അവരെ വാണ്ടഡാണെന്നുള്ളത് മക്കൾക്ക് വേണ്ട, പക്ഷെ നമുക്കവരെ വേണം, അവരുടെ ജീവനെ നമുക്ക് വേണമെന്നുള്ള ആ ഒരു ഉൾ ഫീലിങ്ങോട് കൂടി നമുക്ക് അവർക്ക് ശുശ്രൂഷ ചെയ്യാം. പിന്നെ ഈ അബോർഷൻ പറഞ്ഞതുപോലെ സുഖജീവിതം, അതായത് ഇന്നത്തെ യുവക്കന്മാർക്ക് സുഖിച്ച് ജീവിക്കുക, ആടിപ്പാടി കള്ളും കുടിക്കുക, അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ച് ജീവിക്കുക, അങ്ങനെ ബൈ ചാൻസ് മിസ്യൂസ് ചെയ്യുക, കൂട്ടത്തിൽ പ്രഗ്നൻ്റ് ആയെങ്കിൽ കളയുക, അങ്ങനത്തെ അനുഭവങ്ങളാണ് ഇന്നത്തെ കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിനെ ഇനി അബദ്ധവശാലേ ഇനി അങ്ങനെയൊന്നും ആയിപ്പോയെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നുകളയല്ലേ എന്നുള്ള ഒരു ചിന്ത, അതിനെ നമുക്ക് സ്വീകരിക്കാം, അതിനെ സ്വീകരിച്ച് വളർത്തി അതിനെ കൊടുക്കാം. പിന്നെ ഇവരുടെ ഭാഗത്ത് വന്ന ആ തെറ്റിനെ അവർ അവരെ പശ്ചാത്തപിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം.
അങ്ങനെ ആ കുഞ്ഞിന് പിന്നെ അതുപോലെ വികലാംഗർ അങ്ങനെയുള്ള ഒരു പലതരത്തിലുള്ളവരുണ്ട്. നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നവർ, മന്ദബുദ്ധികൾ, മന്ദബുദ്ധി എന്ന് പറയത്തില്ല, അവർക്ക് മെൻ്റലി ചലഞ്ച് അങ്ങനെയുള്ളവരെയൊക്കെ ആർക്കും വേണ്ടാത്ത ഒരു വഴിയരികിലോ ഒക്കെ വേണ്ടാത്ത പോലെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, അവരെ സ്നേഹിക്കുക, ആദരിക്കുക. അവരും നമ്മളെപ്പോലെ നോർമലായിട്ട് ജീവിക്കേണ്ടിവരാണെന്നുള്ള ആ ഒരു ചിന്ത, ഒരു തിരിച്ചറിവ്. എന്നാൽ മെഡിക്കൽ കോളേജിലൊക്കെ ജീവിതത്തിൽ ഒത്തിരി പേരെ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആർക്കും പറ്റാത്ത. അതൊക്കെയാണ് ഇപ്പോഴും ഈ പ്രോ ലൈഫ് രംഗത്ത് വീണ്ടും വീണ്ടും ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രക്ഷപ്പെട്ടു വന്ന ഉടനെ തന്നെ എത്ര വയസ്സായി സിസ്റ്റർക്ക്? എത്ര വയസ്സ്? ഇപ്പൊ 70 കഴിഞ്ഞു. 70 കഴിഞ്ഞു. കണ്ടാതൊന്നുമില്ല. ഇപ്പോഴാ ഞാൻ പറയുന്നത്, ഇതിനു മുമ്പ് എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നെങ്കിലും ക്ഷീണവും മടുപ്പും ഒക്കെ ആയിരുന്നു. ഇപ്പം ഉഷാറാ ഈ പ്രോ ലൈഫ് രംഗത്ത് ഞാൻ വന്നതിന് ശേഷം. ഇപ്പൊ ഈ യാത്രകൾക്കൊക്കെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ യാത്രക്ക് മറ്റേ പ്രോ ലൈഫ് സന്ദേശ യാത്രക്ക് സിസ്റ്റർ കൂടി ഉണ്ടായിരുന്നല്ലോ. എന്താ സിസ്റ്റർ അതിനെ കുറിച്ച്, യാത്രയെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? നമ്മുടെ വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. നമുക്ക് ജീവൻ്റെ ആ സന്ദേശം മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ സാധിച്ചു. മറ്റുള്ളവരോട് പറഞ്ഞും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ആ യാത്രയിലൂടെയൊക്കെ ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചു. 2 ദിവസം എനിക്കൊരു ധ്യാനത്തിന് വേണ്ടി സഭയിൽ നിന്ന് തന്നെ വിളിച്ചപ്പോൾ അതെനിക്കൊരു വലിയ ദുഃഖമായിപ്പോയി. 2 ദിവസം മാറി നിൽക്കേണ്ടി 18 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ. പിന്നെ സഭാ അധികാരികൾ എന്ത് പറയുന്നു അത് അനുസരിച്ചു. 2 ദിവസം വരാൻ പറഞ്ഞു, ഞാൻ പോയി. എന്നാലും അത് കഴിഞ്ഞിട്ടാണേലും ഞാൻ അത് ഉടനെ തന്നെ 2 ദിവസം ശരിക്കും യാത്രയിൽ സിസ്റ്ററുടെ കുറവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് അത് നല്ലൊരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ. നമുക്കൊരു തീർത്ഥാടനമോ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തോടുകൂടി ഒപ്പം തന്നെ ആളുകൾക്ക് ഇതിനോടുള്ള അക്സെപ്റ്റൻസ്. നമ്മളെനിക്ക് വന്ന മാനന്തവാടിയിലല്ലേ ഒരു ഗാന്ധിയൻ ടീം നമ്മളെ വന്ന് ഷാളൊക്കെ മാനന്തവാടി നടന്നു പോണു. അതൊക്കെ ശരിക്കും ഇപ്പൊ ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തുന്നുണ്ട് എന്നുള്ളതാണ്, ജീവന്റെ സന്ദേശം, ആ വചനം. ജീവന്റെ സന്ദേശം, ദൈവവചനം അവർക്കൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇപ്പൊ കേരളത്തിൽ മറ്റ് പല യാത്രകളും, ഇപ്പോൾ രാഷ്ട്രീയ യാത്രകളും അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക യാത്രകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു മനുഷ്യജീവന് വേണ്ടിയുള്ള ഒരു യാത്ര ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ജൂലൈ 2 മുതലുള്ള 18-ാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന ആ ഒരു KCBC പോലീസ് സമിതിയുടെ കേരള സന്ദേശയാത്ര, ജീവ സംരക്ഷണ സന്ദേശയാത്രയാണ് ഒരു പക്ഷേ ആളുകളിലേക്ക് ഒരു പുതിയ അനുഭവമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ അതിന് തൊട്ട് മുൻപാണല്ലോ ഇവിടെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിന് മുകളിൽ നിന്ന് 5-ാം നിലയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കടലാസിൽ പൊതിഞ്ഞ് വലിച്ചെറിഞ്ഞ് അത് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് 1 മാസം 2 മാസം മുമ്പാണ്, മെയിലാണെന്ന് തോന്നുന്നു അത് സംഭവിക്കുന്നത്. അതൊക്കെ എല്ലാ ജനങ്ങളുടെയും പത്രത്തിലും മീഡിയയിലൊക്കെ എല്ലാ ജനങ്ങൾക്കും ഈ ആ വിവരം അറിഞ്ഞ നേരത്തെ നമ്മൾ ഈ യാത്ര കൊണ്ടുപോകുമ്പോൾ ഈ ജീവന് വേണ്ടി യാത്രയായിട്ട് ചെന്നപ്പോൾ അത് പലർക്കും ഒരു ഇൻസ്പിറേഷനായി. നമ്മൾ ജീവന് വേണ്ടി ചെയ്യണം, ജീവന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത്. മറ്റേ KCBC പോലീസ് സമിതിയുടെ കാരുണ്യ കേരള സന്ദേശ യാത്രയില് സിസ്റ്റർ ഉണ്ടായിരുന്നു ഒന്ന്, ഞാൻ ഓർക്കണം, മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ജീവസമൃദ്ധി പല രൂപതകളിൽ നമ്മൾ വലിയ കുടുംബങ്ങളെ ആദരിച്ചപ്പോൾ അന്നും സിസ്റ്റർ നന്നായി പല രൂപതയിൽ നിന്ന്. നമുക്ക് അടുത്ത ഫ്യൂച്ചർ, അതായത് ഇനിയും പ്രോ ലൈഫ് രംഗത്ത് എന്താണ് സിസ്റ്ററുടെ ഒരു? ഇപ്പൊ എൻ്റെ മനസ്സിലൊരു പ്ലാന് യങ് കപ്പിൾസിന്, അതായത് ഒരു 10 വർഷത്തിനുള്ളിൽ ഇപ്പൊ അവരുടെയൊക്കെ ഒരു മെന്റാലിറ്റിയോ ഇപ്പം മക്കള് വേണ്ട, ഇച്ചിരി കഴിഞ്ഞിട്ട് മതി, അല്ലെ ഇപ്പം മക്കളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിദേശത്തോട്ട് പോകാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, ആ മെൻറ്റാലിറ്റി ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അതൊന്ന്. പിന്നെ ഈ വിവാഹം കഴിക്കാതെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. നിന്നാൽ തന്നെ ചിലര് വിവാഹം വേണ്ട, കൂടി താമസിച്ചാൽ മതി, കൂടി താമസം, അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിക്കാനും മക്കളുണ്ടാകാനും അവരുടെ ആ നല്ല പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാനും ഒക്കെ നമ്മൾ കുറേ കൂടെ അവരെ ഒന്ന് പ്രേരിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി
വല്ല ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒക്കെ നടത്തിക്കണം. അങ്ങനെയൊക്കെയാണ് അതായത് ഇപ്പോഴത്തെ യുവജനതയെ വിവാഹത്തെക്കുറിച്ചുള്ള ശരിയായ ക്രൈസ്തവ കാഴ്ചപ്പാടുകൾ കൊടുക്കണം, കൊടുക്കണം, അതനുസരിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിക്കണം അവരെ എത്തിക്കണം. അല്ലേ? ഇപ്പൊ ശരിക്കും വികലമായ ഒരു കാഴ്ചപ്പാടാണ്. അതെ, വിവാഹത്തെ കുറിച്ച് വെറുതെ ഇങ്ങനെ കപ്പിളായിട്ട് ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് അവര് ആവശ്യം പോലെ ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുന്നു, അങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ കൂടി ഇഷ്ടമുള്ളപ്പം പറഞ്ഞു വിട്ടു, എന്റെ അവകാശം എന്നൊക്കെ പറയുന്ന ചിന്തകൾ അത് മാറി ഒരു ക്രൈസ്തവ വിവാഹത്തിന്റെ ആ ഒരു ബോധ്യങ്ങള് കൊടുക്കണം, കുടുംബജീവിതത്തിന്റെ ബോധ്യങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ അതിനുള്ള പ്രോഗ്രാം വേറെ എനിക്ക് ഉള്ള ഒരു കാര്യം കൂടെ നോക്കിയാൽ, നമ്മൾ ഈ പ്രായം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള ഫാമിലി ഉണ്ടല്ലോ, അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ, അല്ലെ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ കുറച്ചും കൂടി സഭയിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സഭയുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് പഠിക്കാൻ അഡ്മിഷൻ കിട്ടാൻ, പിന്നെ ജോലി കൊടുക്കാൻ, അങ്ങനെയുള്ളതും കൂടെ സഭാധികാരികളിൽ സഭയിൽ നിന്ന് ശരിക്കും സഭയോട് ചേർന്ന് നിന്ന് പ്രോലൈഫ് പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ സഭയുടെ സപ്പോർട്ടും കൂടെ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് കിട്ടിക്കണം. നല്ലൊരു ഇതാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, കാരണം ഒരു 25-30 വർഷത്തോളമായിട്ട് നമ്മൾ ഈ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പല രൂപതകളിലും പലതരം. അങ്ങനെ നമ്മുടെ പ്രോലൈഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബോധ്യങ്ങൾ കിട്ടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവർക്ക് മക്കളുണ്ടായി. ആ മക്കള് ഇപ്പം 20, 21, 22 വയസ്സൊക്കെ ആയി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ 6, 7 മക്കളുള്ളവരുണ്ട്. അപ്പോൾ അവരിപ്പോൾ ശരിക്കും ഒരു പ്രതിസന്ധി ഉണ്ട്, കാരണം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ സമയം അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് പ്രോജക്റ്റുകൾ ഇനി നമ്മൾ പ്രോലൈഫ് എന്ന രീതിയിൽ ആ രീതിയിൽ കുറച്ച് സംഗതികളും കൂടെ ഇപ്പോൾ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രോലൈഫ് എന്ന് പറയുന്നത് ആശയപരമായിട്ട് ബോധ്യങ്ങൾ നൽകുന്ന ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന കുടുംബങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികൾ ഇനി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ, സഭാധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്, അല്ലേ? ഈ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാലാ രൂപതയിൽ 10 മക്കളുള്ള 10ാമത്തെ കുട്ടി ജനിച്ച് 5ാമത്തെ ദിവസം കുടുംബനാഥൻ ബൈക്കിന് പോയ വഴി, കഴിഞ്ഞ ആഴ്ചയല്ല, ബൈക്കിന് പോയ വഴി ഒരു വണ്ടി അദ്ദേഹത്തെ തട്ടിയിട്ടു, പുറകെ വന്ന വണ്ടി അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് മുകളിൽ കൂടെ പോയി. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വേഗം രൂപതയുടെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. ചെന്നപ്പോഴേ അവിടുത്തെ അച്ഛനും എല്ലാവരും വന്ന്, പിന്നെ ഇദ്ദേഹം നല്ല സഭാപരമായിട്ട് സഭയുടെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്ന ഒരു ആളായിരുന്നു. ഉടനെ തന്നെ പിതാവിനെ വിളിച്ചു പറഞ്ഞു. പിതാവ് പറഞ്ഞു, അവന് വേണ്ടത് മുഴുവൻ ചെയ്തോണം, അവന് എന്തൊക്കെ ചെയ്യണം, അവന് വേണ്ട മുഴുവൻ കെയറും പല പിതാവ് ഉടനെ വിളിച്ചു പറഞ്ഞു. കീരഞ്ചിറ അച്ഛനെ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അതൊന്ന്. രണ്ടാമത് എല്ലാ മീഡിയയിലോട്ടും വാട്സപ്പ്, ഫേസ്ബുക്ക്, സർവ്വമാനം ഫോണ് വഴി അങ്ങനെ പറയാവുന്നത് എല്ലായിടത്തോട്ടും വിളിച്ചറിയിച്ചു. പ്രാർത്ഥന, പിന്നെ ഇങ്ങനെ സംഭവം. പിന്നെ കുടുംബത്തിൽ വീട്ടിലോട്ട് അവനെ ഞങ്ങൾ പോയി അന്വേഷിച്ചായിരുന്നു. നമ്മൾ ഫാമിലി അപ്പോസിലേറ്റിലെ അച്ഛനും നമ്മൾ പ്രോലൈഫ് ടീം, നമ്മൾ പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടെ പോയപ്പം അവരുടെ വീട്ടിലേക്കുള്ള 10 മക്കള് ഭാര്യ പ്രസവിച്ച് കിടക്കുന്നു. ഭാര്യ പ്രസവിച്ചിട്ട് 3-4 ദിവസം അപ്പനും അമ്മ, പിന്നെ അവരുടെ വീട്ടിൽ ഇത് വിവരം അറിഞ്ഞ് ഒത്തിരി പേര് വന്നിരുന്നു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു. ഇപ്പം അവർക്ക് വീട് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഒരു CMC സിസ്റ്റേഴ്സ് നേരത്തെ വീടല്ല, വീടിനുള്ള സ്ഥലം. അങ്ങനെ എനിക്ക് പല രൂപത, അതുപോലെ ബിഗ് ഫാമിലീസിന് ഇപ്പോൾ 85 ഫാമിലി മറ്റേ ഉണ്ട്. എല്ലാ ഫാമിലിക്കും മാസം തോറും ഒരു സ്റ്റൈഫൻഡ് പല രൂപത എന്ന ഫാമിലി അപ്പോസിലേറ്റ് വഴി പിതാവിന്റെ ഒരു പ്രോജക്റ്റാണ്. എല്ലാ മാസം മറ്റേ കുടുംബസ്വത്ത് അതെ ഉണ്ടായിരുന്നത്, പിതാവിന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വിഭജിച്ച് വലിയ വീടില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നു. നല്ലൊരു സംഭവമാണ് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രോലൈഫ് ആശയങ്ങളും പ്രോലൈഫ് ബോധവൽക്കരണവും വഴി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് കൂടുതൽ മക്കൾക്ക് ജന്മം നൽകാനായിട്ട് തയ്യാറായി വന്ന കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സഹായിക്കുന്ന പദ്ധതികൾ ഇനി നമ്മൾ പ്രോലൈഫ് മേഖലയിൽ വിഭാവനം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിലുപരിയായിട്ട് ഇപ്പം പല രൂപത വേറൊരു നല്ല കാര്യം,
ഈ ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ, എൻജിനീയറിങ് ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ. അപ്പം അത് പിന്നെ നമ്മുടെ രൂപതയുടെ മെഡിസിറ്റിയുടെ ബി എസ് സി നേഴ്സിംഗ് കോളേജിൽ ബിഗ് ഫാമിലീസിലെ പിള്ളേർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അഡ്മിഷനുള്ളൂ. പിന്നെ എൻജിനീയറിങ് കോളേജിൽ എത്ര പിള്ളേർക്കാണെന്നറിയാം. രൂപതയുടെ എൻജിനീയറിങ് കോളേജിൽ ഈ പിള്ളേരെ വിളിച്ചു നിർത്തി ഈ പിള്ളേർക്ക് അഡ്മിഷൻ കൊടുത്ത് അവർക്ക് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് പിതാവിൻ്റെ നിർബന്ധമാണ്. ഇപ്പൊ പല രൂപതകളും അത്തരത്തിലൊക്കെ കുറെ ഇനീഷ്യേഷൻസ് പിന്നെ പഠിത്തം കഴിഞ്ഞവർക്ക് ജോലി. ആശുപത്രികളിൽ ഇപ്പോൾ 4ാമത്തെ കുഞ്ഞ് മുതൽ പ്രസവം ഫ്രീ ആക്കിയിട്ടുള്ള പല രൂപതകളിൽ അതുണ്ട്. ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് പ്രസവം. പിന്നെ വിദ്യാഭ്യാസത്തിന് സ്കൂളുകളിൽ വിദ്യാഭ്യാസ സൗജന്യമായിട്ട് കൊടുക്കുന്ന പല രൂപതകളും. ഇപ്പം തൃശ്ശൂർ രൂപതയുണ്ട്, താമരശ്ശേരി, അങ്ങനെ കുറേ രൂപതകൾ ആ തരത്തിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് FCCക്കാർക്ക് ഒരു പ്രോലൈഫ് ഫോറം ഉണ്ട്. ഞാൻ 10-16 വർഷമായല്ലോ പ്രോലൈഫ്. അപ്പോൾ FCC ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് തന്നെ ഒരു FCC ഫോറം ഉണ്ട്, പ്രോലൈഫ് ഫോറം. അവിടെ ഞങ്ങൾ ഈ ഇത് 3ാമത്തെ കുട്ടിക്ക് പകുതി ഫീസ്, 4ാമത്തെ കുട്ടി മുതൽ എത്ര പിള്ളേരുണ്ടെങ്കിലും മുഴുവൻ പേർക്കും കംപ്ലീറ്റ് ഫീസ് ഫ്രീ. പിന്നെ അവർക്ക് വിദ്യാഭ്യാസ സഹായം അങ്ങോട്ട് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, ഫീസ് കംപ്ലീറ്റ് ഫ്രീ. അതുപോലെയുള്ള ഒത്തിരി ചെയ്യുന്നുണ്ട് FCC കുറേ കാര്യങ്ങൾ. അതായത് തൃശ്ശൂരിൽ ഞാനിപ്പോൾ അറിഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രിൻഷാളമ്മ പറഞ്ഞൊരാണ്, അതായത് വലിയ കുടുംബങ്ങളെ എല്ലാ മാസവും 10,000 രൂപ വെച്ച് വലിയ കുടുംബങ്ങൾ, ഇത്ര പിന്നാക്കം നിൽക്കുന്ന വലിയ കുടുംബങ്ങളാണ് 10,000 രൂപ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് വീട് വയ്ക്കാനുള്ള സഹായം FCC കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കോൺഗ്രിഗേഷനിൽ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും എല്ലാ കോൺഗ്രിഗേഷനും സഭയുടെ മൊത്തം സംവിധാനങ്ങളും ഇത്തരത്തിൽ കൂടുതൽ മക്കൾക്ക് ജന്മം നൽകാൻ തയ്യാറാകുന്ന കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഇനിയെങ്കിലും തുടങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പ്രോലൈഫ് പ്രവർത്തകർക്ക് ഒന്ന് മൊമെൻ്റം ഉണ്ടാക്കേണ്ട. അതായത് പ്രോലൈഫ് പ്രവർത്തകർ വഴി തന്നെ എല്ലാ തലങ്ങളിലും ഇതൊന്ന് എത്തിച്ച്, ഈ ഒരു മെസ്സേജ് എത്തിച്ച് അത്തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ മംഗളവാർത്ത ധ്യാനമാണേലും പിന്നെ വിവാഹം കഴിച്ചിങ്ങനെ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗർഭിണികളായവർക്കും വേണ്ടി പ്രത്യേക ധ്യാനങ്ങൾ സെപ്പറേറ്റ്. അപ്പം അവരെ ഈ പിന്നെ ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് ഇടയ്ക്ക് ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അച്ഛന്മാരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഈ മംഗളവാർത്ത ധ്യാനത്തിൻ്റെ ഒപ്പം തന്നെ ഗർഭിണികളായവരെ ഞങ്ങൾ വിളിച്ച് ഒരുമിച്ച് ചേർത്ത് അവരുടെ ഒരു ഇടയ്ക്ക് ഒരു അവരുടെ ഒരു കൂട്ടായ്മ പോലെ നടത്തുകയും. മംഗളവാർത്ത ധ്യാനം ഓൺലൈനല്ലേ ചെയ്യുന്നത്? അല്ല, ഓൺലൈനും ഉണ്ട് മറ്റേതും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടവർക്ക് മംഗളവാർത്ത ധ്യാനത്തിന് വരുമ്പോൾ ഈ ഗർഭിണികളാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വന്ന് ധ്യാനം. ഇനി നമ്മളൊരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് ഈ നേഴ്സിംഗ് മേഖല. നേഴ്സിംഗിന് പഠിക്കുന്നവർക്കും നേഴ്സായി ജോലി ചെയ്യുന്നവർക്കും വേണ്ടി ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം. പിന്നെ ടീച്ചേഴ്സ്, അധ്യാപകർ, അവർക്കും ഇത്തരത്തിലൊരു ഓറിയന്റേഷൻ കൊടുത്താൽ അവരാണല്ലോ കുട്ടികളെ അടുത്ത തലമുറയിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്കും ഈ ഒരു ഓറിയന്റേഷൻ ഇപ്പോൾ തൃശ്ശൂരിൽ അങ്ങനെ ഒരു 10-15 വർഷമായിട്ട് അത്തരത്തിൽ നേഴ്സസിന്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള പ്രൊഫഷനിലുള്ളവർക്ക് ഒരു പ്രോഗ്രാം. പിന്നെ ഒന്ന് കാറ്റഗിസം ടീച്ചേഴ്സിനാണ് മെയിനായിട്ടും. കാറ്റഗിസത്തിന്റെ പുസ്തകത്ത് വഴി തന്നെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്തരം ക്ലാസ്. പക്ഷെ നമ്മളും കൂടെ ലൈഫുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. നല്ല കാറ്റഗിസം ടീച്ചേഴ്സ് സാധാ ടീച്ചേഴ്സിനെക്കാട്ടിൽ അവര് എല്ലാവരും ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ, കാറ്റഗിസം മാത്രം അതിൻ്റെ ട്രെയിനിങ് എടുത്തവരുണ്ടല്ലോ. അപ്പോൾ അവർ വഴി കുറേ കൂടെ നമുക്ക് പിള്ളേരിലേക്ക് ഇറങ്ങാൻ പറ്റും. പിള്ളേർക്ക് ചില കൊച്ചുങ്ങൾ എനിക്ക് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചിന് എൻ്റെ അമ്മ 2ാമതോ അല്ലെ 3ാമതോ പ്രഗ്നൻ്റാണ്, ഒരു കുഞ്ഞുവാവേ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോഴത്തേ എനിക്ക് നാണക്കേടാ, അങ്ങനെ പറഞ്ഞ് മാറുന്ന പിള്ളേരുണ്ട്. ഒത്തിരിയൊക്കെ മാതാപിതാക്കന്മാരെ നിരുത്സാഹപ്പെടുത്തുന്ന, എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ മടിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈ ജോൺ പൊന്നണ്ടാവൻ മാർപ്പാപ്പയുടെ 1995 ജീവൻ്റെ സുവിശേഷം ചാക്രികയിലാകാനുണ്ടല്ലോ. അപ്പോൾ അടുത്ത വർഷം 2025 എന്ന് പറയുന്നത് 30ാം വർഷമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് പ്രോലൈഫ് പ്രവർത്തകർക്ക് ആ ജീവൻ്റെ സുവിശേഷം എന്ന ചാക്രികയിലാകനത്തിൻ്റെ പഠന ശിബിരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രൂപതകളിലും ഒക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
അത് നമുക്കൊന്ന് ടേക്കപ്പ് ചെയ്യാം. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞങ്ങളുടെ ഒരു സിസ്റ്റർ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു വീട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ച്. അപ്പോൾ അതിൻ്റെ ഇളയ ഒരു കൊച്ചും കൂടെ ഉണ്ട്. മൂന്നാമത്തെ അമ്മ പ്രഗ്നൻ്റായി ഒരു ദിവസം. എന്നിട്ട് എന്നും ഈ മഠത്തിനടുത്താണ് ഈ കുട്ടിയുടെ ഇവരുടെ വീട്. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ കൂട്ടത്തിലാണ് ഈ കുട്ടി സ്കൂളിലേക്ക് പോയിരുന്നത്. അന്ന് ഒരു ദിവസം രാവിലെ ഈ കൊച്ചു മഠത്തിൽ വന്നില്ല. അവരൊന്നിച്ച് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു. ഉടനെ സിസ്റ്റർ അന്വേഷിച്ചിട്ട് ഒരു കൊച്ചിനെ കാണാനില്ല. ഉടനെ സിസ്റ്റർ വേറൊരു കൊച്ചു സിസ്റ്ററിനെ പറഞ്ഞു വിട്ടു, മോളെ പെട്ടെന്ന് ഇവരോട് വരാൻ പറ, ക്ലാസ്സിൽ പോകാൻ നേരമായിരുന്നു. സിസ്റ്റർ ചെന്നപ്പോഴത്തേക്ക് ഈ അമ്മ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുമുണ്ട്. അമ്മ ടീച്ചർ ഭയങ്കരമായിട്ട് കാർന്നു. വീട്ടിൽ ഭയങ്കര കരച്ചിലും ബഹളവും നോക്കിയപ്പോൾ ഇവള് സൂയിസൈഡ് ചെയ്ത്. ഈ മൂത്ത പെണ്ണ്, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ്, എന്നും ഈ കോൺവെൻറ്റിൽ വന്ന ഈ സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കുട്ടി. എന്നിട്ട് അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ തലയെണ്ണ കിഴയുടെ എഴുത്ത്, അമ്മ ഇനിയും ഇത്രയും പ്രായമായി ഞാനുണ്ടായിട്ടും അമ്മ ഇനിയും ഗർഭിണിയായി, അതുകൊണ്ട് എനിക്ക് നാണക്കേടായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു. സ്കൂളിൽ പോകാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങിയ കുട്ടി. അതായത് പറഞ്ഞ കാറ്റഗിസം കാര്യവും ബോധവൽക്കരണം നല്ലപോലെ വേണമെന്നുള്ളത്. ആ സിസ്റ്ററിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിസ്റ്റർ ഇന്ന് സ്കൂളിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടിയായിട്ട് അമ്മ വീണ്ടും മൂന്നാമത് പ്രഗ്നൻ്റാ. ഇനിയും ഞാൻ ഇത്രയും വലുതായി കഴിഞ്ഞപ്പോൾ ഇനി ഗർഭിണി ആകണ്ടാണ്. സിസ്റ്ററെ എങ്ങനെയാണ് സിസ്റ്റർ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രോ ലൈഫ് രംഗത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് അവസാനം വരെ എന്നുള്ളതാണോ? ദൈവം ഏത് വഴി വിടുന്നോ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുക. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ കൊച്ചു ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അത് മാനസികമായിട്ടായിരിക്കും. ഇപ്പോൾ ഈ പ്രോ ലൈഫൊക്കെ വരുമ്പം നമ്മൾ മാനസികമായിട്ടോ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരെ അങ്ങനെ സഹായിക്കുക. ഞങ്ങൾക്ക് കോൺവെൻറ്റിലും ഉണ്ട് 90-95 വയസ്സുള്ള 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഒരുമാതിരി ഇൻവാലിഡ് പോലെ അവരെ കംപ്ലീറ്റ് അവരുടെ കെയർ എടുക്കും. ഇന്നിപ്പോൾ ഞാൻ പോകുന്നപ്പോൾ 2-3 പേര് കരയുക, ഇന്ന് വൈകിട്ട് വരെ ഞങ്ങൾ കാത്തിരിക്കണ്ടേ. നമ്മൾ അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്യുക. നമുക്ക് ആകുന്നിടത്തോളം ഈ രംഗത്ത് തന്നെ ഈ സമൂഹത്തോട് പറയാനായിട്ട് സിസ്റ്റർക്ക് എന്തെങ്കിലും 1-2 വാക്യത്തിൽ പറയാനുണ്ടെങ്കിൽ ഒന്ന്. ജീവൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ജീവനെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. അത് ഒരമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞായിരിക്കാം. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആ കുഞ്ഞിന് യാതൊരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് കൊടുക്കാം. പിന്നെ ജനിച്ചു കഴിഞ്ഞാലോ ഓരോ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ കെയർലെസ് ആയിട്ടൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാതാപിതാക്കന്മാരെ ബോധവൽക്കരിക്കാൻ പറ്റും. പിന്നെ ടീനേജ് ആ പ്രായം മുതൽ മുകളിലേക്കുള്ള കൊച്ചുങ്ങൾക്ക് നമ്മൾ നല്ലപോലെ അവരെ ബോധവൽക്കരണം കൊടുക്കണം. ഈ ജീവിതം തിന്മയുടെ രീതിയിലേക്ക് പോകാതെ ബോധവൽക്കരണം കൊടുക്കണം. പിന്നെ കല്യാണം വേണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ കൂടി താമസിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ നമ്മൾ സഭാ പഠനങ്ങളെ ആയിട്ട്, നമ്മൾ കത്തോലിക്കരെന്നുള്ള നിലയ്ക്ക് സഭാ പഠനം, കത്തോലിക്കരെ അല്ലെങ്കിലും മാനുഷികമായ നിയമങ്ങളാണല്ലോ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ജീവൻ്റെ എല്ലാ മേഖലകളും. പിന്നെ ഈ ദയാവധത്തിനൊക്കെ ചോദിക്കുന്നവരും അതിനെ ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടി ഡോക്ടർമാരെ ഒക്കെ നിർബന്ധം ചോദിച്ച് മേടിക്കുന്ന മാതാപിതാക്കന്മാർക്കാണേലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ബോധവൽക്കരിച്ച് അവരെ വേണ്ട വിധത്തിൽ പിന്നെ ജീവൻ ദൈവം തന്നതാണ്, ദൈവം എടുക്കുകയുള്ളൂ, നമ്മളതിനെ സംരക്ഷിക്കണമെന്നുള്ളൊരു അറിവ്, ആ ബോധം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ജീവൻ്റെ എല്ലാ മേഖലകളിലും ജീവനെ സ്നേഹിക്കുക, സഹായിക്കുക, ആദരിക്കുക. പറയുമ്പോൾ അതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും വരും. ജീവൻ്റെ